ഹലോ ഡിയർ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് കുറച്ച് ശർക്കര വരട്ടി തയ്യാറാക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ശർക്കര വരട്ടി തയ്യാറാക്കിയിട്ടുണ്ട്. അത് നിങ്ങളുമായി ഷെയർ ചെയ്യുകയാണ്. നമ്മുടെ സാധാരണ ഓണത്തിനാണ് ഇത് തയ്യാറാക്കുന്നത്, എങ്കിലും ഞാനിത് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ തയ്യാറാക്കിയത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എങ്ങനെ വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം ഞാൻ കുറച്ച് നേന്ത്രക്കായ എടുത്തിട്ടുണ്ട്. അത് തൊലി കളഞ്ഞ് എടുക്കാം. നമുക്ക് കത്തി കൊണ്ട് ഇതുപോലെ തൊലിയിൽ വരയിട്ട് കഴിഞ്ഞാൽ നമുക്ക് വേഗം തന്നെ പൊളിച്ചാൽ കിട്ടും. പിന്നെ ഞാനൊരു പാത്രത്തിൽ കുറച്ച് ഉപ്പും മഞ്ഞളും കൂടി കലക്കി വെച്ചിട്ടുണ്ട്. അതിലേക്കാണ് ഈ കായ തൊലി കളഞ്ഞ് ഇട്ട് കൊടുക്കുന്നത്. അത് ഈ കായയുടെ കറ പോവാനും പിന്നെ ചെറുതായിട്ടൊന്ന് ഉപ്പും പിടിച്ച് കിട്ടും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കായ മൊത്തം തൊലിയൊക്കെ പൊളിച്ച് കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം. നടുകെ കീറിയിട്ടാണ് മുറിക്കുന്നത്. എല്ലാം ഒരേ കനത്തിൽ വേണം മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് വണ്ണത്തിൽ വേണം ഇത് മുറിച്ചെടുക്കാൻ. നമ്മൾ സാധാരണ ചിപ്സ് ആക്കുന്ന പോലെയല്ല, കുറച്ചും കൂടി ഒരു മീഡിയം വണ്ണത്തിൽ മുറിച്ചെടുക്കണം. അപ്പോൾ ഞാനിതെല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ വെള്ളത്തിൽ നിന്ന് കഴുകി വേറെയൊരു തുണിയിലേക്ക് വാരി ഇട്ട് കൊടുക്കാം. അതിൻ്റെ വെള്ളമൊക്കെ വലിഞ്ഞ് കിട്ടാൻ സമയം നമുക്കിതിന് വേണ്ട കുറച്ച് സാധനങ്ങൾ റെഡിയാക്കി എടുക്കാം. ഞാനൊരു 2 സ്പൂൺ പഞ്ചസാര, കുറച്ച് കുരുമുളക്, ഒരല്പം ജീരകം, പിന്നെ ചുക്ക് പൊടി, പിന്നെ ഏലക്കയുടെ പൊടി ഒക്കെ ഇട്ട് മിക്സിയുടെ ജാറിലിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കായ വെള്ളമൊക്കെ നന്നായി ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ചുവട് കട്ടിയുള്ള പാത്രത്തിൽ തയ്യാറാക്കുന്നതാണ് ഇത് നല്ലത്. അതുകൊണ്ട് തന്നെ ഞാൻ ഉരുളിയിലാണ് തയ്യാറാക്കുന്നത്. നന്നായി എണ്ണ ചൂടായതിന് ശേഷം വേണം ഇത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നന്നായി ചൂടായ എണ്ണയിലേക്കാണ് ഞാൻ മുറിച്ച് വെച്ച കായ ഇട്ട് കൊടുത്തത്. ഇനി നമുക്കിത് ഒന്ന് ഇളക്കിയിട്ട് നോക്കാം. ഏകദേശം ഒരു അരമണിക്കൂർ നമ്മൾ ഇത് എണ്ണയിൽ വറുത്ത് എടുക്കണം. ആ സമയം മാത്രമേ ഇത് ക്രിസ്പിയായിട്ട് കിട്ടുകയുള്ളൂ. ഇതൊക്കെ ഒന്ന് എടുത്തിട്ടൊന്ന് നമുക്ക് നോക്കിയാൽ മതി. അപ്പോൾ ഇതെങ്ങനെ ആയിട്ടുണ്ടെന്ന് കാണും. നന്നായി മൂത്ത് നല്ല പാകം ആയിട്ടുണ്ട്. നല്ല സൗണ്ട് ഉണ്ടാവും ഇത് നമ്മളിതിങ്ങനെ എടുക്കുന്ന സമയത്ത്. അപ്പോൾ നമുക്കിതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റി വെക്കാം. ഇനി ഒരു ട്രിപ്പും കൂടി ഞാൻ ഇതുപോലെ തന്നെ വറുത്ത് കോരിയെടുക്കുന്നുണ്ട്. ഒന്നിച്ച് ഇടാൻ ഒരുപാട് എണ്ണ ഒഴിച്ചു കൊടുത്തില്ല, അതുകൊണ്ടാണ് 2 ടൈമിലായിട്ട് ഇട്ട് കൊടുത്തത്. കുറച്ചധികം എണ്ണ ഉണ്ടെങ്കിൽ ഒരു പ്രാവശ്യം തന്നെ നമുക്ക് വറുത്ത് കോരാവുന്നതേ ഉള്ളൂ. ഞാൻ കൃത്യമായി സമയം നോക്കി, ആ സമയമാണ് ഞാൻ പറഞ്ഞത്. അരമണിക്കൂർ എന്തായാലും വേണം. ചെറിയ തീയിലാണിത്. ആദ്യം നന്നായി ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് പിന്നെ തീ കുറച്ച് വെച്ച് മീഡിയം തീയിലാണ് വേവിച്ചെടുക്കുന്നത്, വറുത്ത് കോരുന്നത്. രണ്ടാമത്തെ ട്രിപ്പും വറുത്ത് കോരിയിട്ടുണ്ട്. ശർക്കരപ്പാനി തയ്യാറാക്കാം. ഞാനൊരു 5 അണി വെല്ലം എടുത്തിട്ടുണ്ട്. ഒരു 200 ഗ്രാം വെല്ലം ഏകദേശം ഉണ്ടാവും. അപ്പോൾ ഉരുക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കച്ചറകൾ ഒക്കെ അരിച്ചെടുത്തിട്ട് നമുക്ക് ഈ ഉരുളിയിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇനി ഈ വെല്ലം കുറുക്കിയെടുക്കലാണ് ഇതിൻ്റെ അടുത്ത ഘട്ടം.
അപ്പോൾ നമുക്കിത് നന്നായി തിളച്ച് വരുന്നുണ്ട്. ഇതാ കാണുന്നില്ലേ, നന്നായി തിളച്ച് വന്ന് കുറച്ച് സമയം വേണം. ഇത് ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ഈ ശർക്കരപ്പാനി കുറുകി വരും. ഇപ്പോൾ ഇത് സാധാരണ അതുപോലെ തന്നെയുള്ള ശർക്കരപ്പാനിയാണ്. ഇപ്പോൾ കുറച്ച് കുറച്ചായിട്ട് കുറുകി വരുന്നുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളിത് കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിത് ഈ സ്പൂൺ കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇത് ടൈറ്റ് ആവുന്നുണ്ടോ എന്ന് കോരി നോക്കുന്നതാണ്. ഒന്നും ആയിട്ടില്ല, എന്നാലും ഒന്ന് നോക്കിയതാണ് ആവുന്നുണ്ടോ എന്നുള്ളത്. ചെറുതായിട്ട് ഇത് കട്ടിയാവാൻ തുടങ്ങുന്നുണ്ട്. നമുക്കിതിൻ്റെ പാകം അറിയാൻ വേണ്ടി കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് നോക്കിയാൽ ഒറ്റനൂൽ പരുവം ആകുന്ന സമയത്താണ് ഇതിൻ്റെ പാകമാവുന്നത്. അപ്പോൾ നമ്മുടെ ശർക്കര കുറുകി വരുന്നുണ്ട്. കാണുന്നില്ലേ, കൈ കൊണ്ട് ഇതുപോലെ നോക്കുന്ന സമയത്ത് ഇങ്ങനെ ഒട്ടി വരുന്നുണ്ടോ നോക്കണം. ഏകദേശം ആയി തുടങ്ങി, എന്നാലും ശരിക്കും ആയിട്ടില്ല. ഇത് നല്ല പാകത്തിലായാൽ മാത്രമേ നമ്മളെ ശർക്കര വരട്ടി റെഡിയായി കിട്ടുകയുള്ളൂ. നല്ല പെർഫെക്റ്റായി കിട്ടണമെങ്കിൽ ഈ വെല്ലത്തിൻ്റെ കൂട്ട് നന്നായിട്ട് വരണം. ഇപ്പം നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇത് കാണുന്നില്ലേ, ഈ സ്പൂണിൽ നമ്മൾ ഇതുപോലെ ആക്കുന്ന സമയത്ത് ഇങ്ങനെ നീളത്തിൽ മുറിഞ്ഞ് വീഴാൻ തുടങ്ങി. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നമ്മുടെ വറുത്ത് വെച്ച കായ ഇട്ട് കൊടുക്കാം. അത് നന്നായി തണുത്തതിന് ശേഷം വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി. ഞാനൊരു 1/4 മണിക്കൂറായി ഇത് വറുത്ത് വെച്ചിട്ട്. ഇനി നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ പൊടിച്ച് വെച്ച പഞ്ചസാര, കുരുമുളക്, ചുക്ക്, ഏലം എന്നിവ പൊടിയാക്കി വെച്ചത് കുറച്ചും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഇത് ചെറിയ തീയിൽ വെച്ചിട്ടാണുള്ളത്. ഞാൻ ബാക്കിയുള്ള പൊടികൾ മൊത്തം ഇട്ട് കൊടുത്ത് നന്നായി സ്പൂൺ കൊണ്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഈ വെല്ലം നന്നായി കട്ടിയാവുന്നതിന് മുന്നേ തന്നെ പൊടി ഇട്ട് കൊടുക്കണം, എന്നാൽ മാത്രമേ അതിന് പിടിച്ച് കിട്ടുകയുള്ളൂ. നന്നായി ഉറച്ച് വരുന്നുണ്ട്. ആ സമയം ഇത് ഇളക്കിയെടുക്കാൻ കുറച്ച് വിഷമമാണ്. ഇനി നമുക്ക് ഇതിൻ്റെ തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ഈ ഉരുളിയിൽ തന്നെ നല്ല ചൂടുണ്ടാവും. അതുകൊണ്ട് നമുക്ക് നന്നായി ഒന്ന് കുറച്ച് സമയം കൂടി ഇളക്കി യോജിപ്പിച്ച് വെക്കാം. അപ്പോൾ ഇത് തണുത്ത് വരുന്നതിനനുസരിച്ചിട്ട് ഇതിൻ്റെ നല്ല പിടിച്ച് ശർക്കര വരട്ടി തയ്യാറായി വരുന്നുണ്ട്. കാണുന്നില്ല, ഇപ്പോൾ സ്പൂണിൽ നിന്നും ഇത് വിട്ട് വരുന്നില്ല. അപ്പോൾ ഇങ്ങനെയാണ് ശർക്കര വരട്ടി തയ്യാറാക്കേണ്ടത്. എല്ലാവരും തയ്യാറാക്കി നോക്കണം. നല്ല കൃത്യമായിട്ട് നല്ല ശരിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.